ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഗുരുതര ആരോപണങ്ങൾ നേരിടുന്നവർ ഒരു കാരണവശാലും അമ്മ സംഘടനയുടെ തലപ്പത്തേക്ക് തിരിച്ചെത്തില്ലെന്ന് താരസംഘടനയുടെ പ്രസിഡന്റ് ശ്വേതാ മേനോൻ. ഈ വിഷയത്തിൽ ഏതറ്റം വരെ പോകാനും താൻ തയ്യാറാണെന്നും യാതൊരുവിധ ഭീഷണികൾക്കും വഴങ്ങില്ലെന്നും താൻ നിശബ്ദയാകില്ലെന്നും അവർ വ്യക്തമാക്കി. ഫേസ്ബുക്കിൽ പങ്കുവച്ച ദീർഘമായ കുറിപ്പിലൂടെയാണ് തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾക്കും സംഘടനയിലെ നിലവിലെ വിവാദങ്ങൾക്കും ശ്വേതാ മേനോൻ മറുപടി പറഞ്ഞത്. കഴിഞ്ഞ 12 വർഷമായി രാജ്യം ഭരിക്കുന്ന ദേശീയ പാർട്ടിക്ക് കേരളത്തിൽ സ്ഥാനാർത്ഥികളെ കിട്ടാൻ താൻ കോടിക്കണക്കിന് രൂപ നൽകേണ്ടി വന്നു എന്ന ആരോപണത്തിന്റെ യുക്തി തനിക്ക് ഇന്നും മനസ്സിലായിട്ടില്ലെന്ന് അവർ കുറിച്ചു. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധമുണ്ടെങ്കിൽ അത് മറച്ചുവെക്കേണ്ട ആവശ്യമില്ലെന്നും അങ്ങനെ തുറന്നു പറഞ്ഞതുകൊണ്ട് തനിക്കൊന്നും നഷ്ടപ്പെടാനില്ലെന്നും ശ്വേത വ്യക്തമാക്കുകയും ചെയ്തു. അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ തന്നെ CPM, കോൺഗ്രസ്, BJP ആഭിമുഖ്യമുള്ള നിരവധി അംഗങ്ങളുണ്ട്. അവരാരും ഉന്നയിക്കാത്ത അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് ചിലർ മാത്രം തനിക്കെതിരെ വീണ്ടും വീണ്ടും ഉന്നയിക്കുന്നത്. സംഘടനയിൽ രാഷ്ട്രീയവും മതവും വർഗീയതയും കൊണ്ടുവന്ന് അമ്മയെ വിഭജിക്കാൻ ശ്രമിക്കരുതെന്ന് അപവാദ പ്രചരണം നടത്തുന്നവരോട് അവർ അഭ്യർത്ഥിച്ചു. ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായാണ് മലയാളികൾ കലാകാരന്മാരെ സ്നേഹിച്ചതും ആദരിച്ചതും. ഇത്തരം വ്യാജ പ്രചരണങ്ങൾ കാരണം താൻ ഉയർത്തിയ യഥാർത്ഥ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടാതെ പോവുകയാണെന്ന് ശ്വേത ചൂണ്ടിക്കാണിച്ചു. രമേശ് പിഷാരടി ഉൾപ്പെടെയുള്ളവർ അംഗീകരിക്കുന്ന അഴിമതി ആരോപണങ്ങൾ പോലും ഇവിടെ ചർച്ചയാകുന്നില്ല. ഭീഷണികൾക്ക് മുന്നിൽ കീഴടങ്ങില്ലെന്നും സത്യം പുറത്തു വരണമെന്നും അമ്മ കൂടുതൽ മികച്ചൊരു നേതൃത്വത്തെ അർഹിക്കുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് ശ്വേതാ മേനോൻ തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. ശ്വേതാ മേനോന്റെ കുറിപ്പ് ഇങ്ങനെയായിരുന്നു: ഇതിനിടയിൽ എനിക്കെതിരെ ഉയർത്തുന്ന ചില ആരോപണങ്ങൾക്കും കൂടി മറുപടി പറയട്ടെ. ഒന്നാമത്, കഴിഞ്ഞ 12 വർഷമായി രാജ്യം ഭരിക്കുന്ന ഒരു ദേശീയ പാർട്ടിക്ക് കേരളത്തിൽ സ്ഥാനാർത്ഥികളെ കിട്ടാൻ എനിക്ക് കോടിക്കണക്കിന് രൂപ നൽകേണ്ടി വന്നു എന്ന ആരോപണത്തിന്റെ യുക്തി എനിക്കിന്നും മനസ്സിലായിട്ടില്ല. രണ്ടാമത്, ഞാൻ ഏതെങ്കിലും പാർട്ടിക്കാരിയാണെങ്കിൽ അത് മറച്ചുവെക്കേണ്ട കാര്യമെന്താണ്? അങ്ങനെ തുറന്നു പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടാകുമോ? ഇല്ല. ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ തന്നെ CPM, കോൺഗ്രസ്, BJP ആഭിമുഖ്യമുള്ള നിരവധി അംഗങ്ങളുണ്ട്. അവരിൽ ഒരാളും ഒരിക്കൽ പോലും ഉന്നയിക്കാത്ത ആരോപണമാണ് ചിലർ മാത്രം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. ഞാനൊരു കാര്യം വളരെ വ്യക്തമായി പറയട്ടെ. അമ്മയിൽ രാഷ്ട്രീയവും മതവും വർഗീയതയും കൊണ്ടുവന്ന് സംഘടനയെ വിഭജിക്കാൻ ശ്രമിക്കരുത് എന്നാണ് എനിക്കെതിരെ തുടർച്ചയായി അപവാദ പ്രചരണം നടത്തുന്നവരോടുള്ള എൻ്റെ അഭ്യർത്ഥന. കാരണം മലയാളികൾ കലാകാരന്മാരെ സ്നേഹിച്ചതും ആദരിച്ചതും ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായാണ്. ഇതെല്ലാം ഇതുവരെ ഞാൻ പറയാതിരുന്നത് ഇത്തരം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ട ആവശ്യമില്ല എന്ന് കരുതിയതുകൊണ്ടാണ്. പക്ഷേ ഈ ബഹളങ്ങൾക്കിടയിൽ ഞാൻ ഉയർത്തിയ യഥാർത്ഥ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടാതെ പോവുകയാണ്. പിഷാരടി ഉൾപ്പെടെ അംഗീകരിക്കുന്ന അഴിമതി ആരോപണങ്ങൾ പോലും ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നില്ല. എന്തായാലും ഞാൻ ഇവിടെ ഉള്ളിടത്തോളം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഗുരുതര ആരോപണങ്ങൾ നേരിടുന്നവർ ഒരിക്കലും അമ്മയുടെ തലപ്പത്ത് വരില്ല, ശ്വേത കുറിച്ചു.